വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 39 മുതൽ 52 വരെയുള്ള തിരുവചനങ്ങൾ. ആ ദിവസങ്ങളിൽ മറിയം യൂദയായിലെ മലമ്പ്രദേശത്തുള്ള ഒരു പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു. അവൾ സക്രിയയുടെ വീട്ടിൽ പ്രവേശിച്ച് എലിസബത്തിനെ അഭിവാദനം ചെയ്തു. മറിയത്തിൻ്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിൻ്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി. അവൾ ഉദ്ഘോഷിച്ചു, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, നിന്റെ ഉദരഫലവും അനുഗ്രഹീതം. എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരുവാനുള്ള ഭാഗ്യം എനിക്കെവിടെ നിന്ന്. ഇതാ നിന്റെ അഭിവാദന സ്വരം എൻ്റെ ചെവികളിൽ പതിച്ചപ്പോൾ ശിശു എൻ്റെ ഉദരത്തിൽ സന്തോഷത്താൽ കുതിച്ചു ചാടി. കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. മറിയം പറഞ്ഞു, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനാവിൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ അവിടുന്ന് തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അവിടുന്ന് എൻ്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ശക്തന്മാരെ സിംഹാസനങ്ങളിൽ നിന്ന് മറിച്ചിട്ടു. എളിമയുള്ളവരെ ഉയർത്തി. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി. സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. തൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. നമ്മുടെ പിതാക്കന്മാരായ അബ്രഹാമിനോടും അവൻ്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ചു തന്നെ മറിയം അവളോടുകൂടി 3 മാസത്തോളം താമസിച്ചു. പിന്നെ വീട്ടിലേക്ക് പോയി. മിശിഹായിൽ ഏറ്റവും പ്രിയമുള്ളവരെ, വചനപ്പ് കാലത്തിലെ 5-ാമത്തെ ഞായറാഴ്ചയിലേക്ക് നാം കടന്നു വന്നിരിക്കുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സഭ നമ്മെ പതുക്കെ പതുക്കെ ഒരുക്കിക്കൊണ്ടുവരികയാണ് കർത്താവിൻ്റെ ജനന പെരുന്നാളിന് വേണ്ടി. 1-ാമത്തെ ഞായറാഴ്ച നാം സഭയുടെ വിശുദ്ധീകരണം കണ്ടു. 2-ാമത്തെ ഞായറാഴ്ച നാം സഭയുടെ നവീകരണം കണ്ടു. 3-ാമത്തെ ഞായറാഴ്ച നാം സക്രിയയോടുള്ള അറിയിപ്പ് കണ്ടു. കഴിഞ്ഞ ഞായറാഴ്ച നാം പരിശുദ്ധ ദൈവമാതാവിനോടുള്ള അറിയിപ്പ് കണ്ടു. ഇന്ന് സഭ നമ്മോട് സംസാരിക്കുന്നത് മറിയത്തിന് കിട്ടിയ അടയാളമാണ്. ദൈവത്തിനൊന്നും അസാധ്യമല്ല എന്നുള്ളതിന് വന്ധ്യയായിരിക്കുന്ന വാർദ്ധക്യത്തിലായിരിക്കുന്ന എലിസബത്തിൻ്റെ ഗർഭധാരണം. അവളോട് പറഞ്ഞു, നിന്റെ ചാർച്ചക്കാരിയായ എലിസബത്ത് ഗർഭം ധരിച്ചിരിക്കുന്നു. അവൾക്കിത് 6-ാം മാസമാണ്. തൻ്റെ ചാർച്ചക്കാരി എലിസബത്ത് മറിയം കണ്ടിട്ടില്ല, കേട്ടിട്ടുണ്ടായിരിക്കാം. പക്ഷെ മാലാഖയിൽ നിന്നും എലിസബത്തിനെ കുറിച്ച് കേട്ടപ്പോൾ, വൃദ്ധയായ വന്ധ്യയായ എലിസബത്തിനെ കുറിച്ച് കേട്ടപ്പോൾ, അവൾ 6-ാം മാസം ഗർഭിണിയാണ് എന്നറിഞ്ഞപ്പോൾ അവൾക്ക് വലിയ സന്തോഷം തോന്നി. അതോടൊപ്പം അവളുടെ വലിയൊരു ഉത്തരവാദിത്വം ഉണർന്നു. എലിസബത്തിന് തൻ്റെ സഹായം ആവശ്യമുണ്ട്. താൻ പോയി എലിസബത്തിനെ ശുശ്രൂഷിക്കണം എന്ന് അവൾക്ക് മനസ്സിൽ തോന്നി. അവൾ ചെയ്തത് തിടുക്കത്തിൽ അവൾ മലമ്പ്രദേശത്തുള്ള പട്ടണത്തിലേക്ക് യാത്ര പോയി. തിടുക്കത്തിൽ, വിത്ത് ഹേസ്റ്റ്. അവൾ സമയം നഷ്ടപ്പെടുത്തി കളഞ്ഞില്ല. അടിയന്തരമായ ഒരു ഉത്തരവാദിത്വം എന്ന പോലെ വാർദ്ധക്യത്തിലിരിക്കുന്ന സ്ത്രീയെ സഹായിക്കുവാൻ വേണ്ടി മറിയം ഓടുകയാണ്. പ്രിയ സഹോദരങ്ങളെ, നമ്മളിവിടെ കാണേണ്ട ഒരു കാര്യം, മറിയം ദൈവത്തിൻ്റെ അമ്മയാണെന്ന് പ്രഖ്യാപിക്കപ്പെട്ട നിമിഷങ്ങളാണ്. അതിന് കൊടുത്തൊരു അടയാളം മാത്രമാണ് തൻ്റെ ചാർച്ചക്കാരിയായ എലിസബത്തിൻ്റെ ഗർഭധാരണം. പക്ഷേ മറിയം പ്രാധാന്യം കൊടുക്കുന്നത് എലിസബത്തിനാണ്, വൃദ്ധയായ എലിസബത്തിനാണ്. ഈ കൊച്ചു പെൺകുട്ടി ഓടുകയാണ് മലമ്പ്രദേശത്തുള്ള പട്ടണത്തിലേക്ക്. അവൾ 3 മാസം എലിസബത്തിനോട് കൂടെ താമസിച്ചു. എന്തിനു വേണ്ടിയാണ് എലിസബത്ത് താമസിച്ചത്? എലിസബത്തിനെ ശുശ്രൂഷിക്കുവാൻ, അവൾക്ക് എണ്ണയും കുഴമ്പുമൊക്കെ തേച്ച് കൊടുക്കുവാൻ, അവളെ കുളിപ്പിക്കുവാൻ, അവർക്ക് നല്ല വസ്ത്രം ശരിയൊക്കെ കൊടുക്കുവാൻ, നല്ല ഭക്ഷണം കൊടുക്കുവാൻ, കാലുകൾ തിരുമ്മി കൊടുക്കുവാൻ, വാർദ്ധക്യത്തിലായിരികളെ
ധൈര്യപ്പെടുത്തുവാൻ, ബലപ്പെടുത്തുവാൻ, നമ്മുടെ കൂടെ ഇരുന്ന് അവൾക്ക് ശക്തി പകർന്നു കൊടുക്കുവാൻ, അവൾക്ക് വേണ്ടുന്ന എല്ലാ ശുശ്രൂഷയും ചെയ്യുവാൻ തയ്യാറാകുന്ന ദൈവത്തിൻ്റെ അമ്മ. ഇത് നമ്മുടെ ജീവിതത്തിൽ നാം പഠിക്കേണ്ട ഒന്നാമത്തെ പാഠമാണ്. നമ്മുടെ ചുറ്റുപാട് എവിടെയെങ്കിലും എന്നെ ആവശ്യമുള്ള ഒരാളുണ്ട് എന്ന് എനിക്ക് ബോധ്യമായാൽ, അത് പണസംബന്ധമായിട്ടാകാം, കായിക സംബന്ധമായിട്ടാകാം, അല്ലെങ്കിൽ നല്ല മനസ്സുകൊണ്ടാകാം, എങ്ങനെയുമാകാം, ഒരാൾക്ക് തന്നെ ആവശ്യമുണ്ട്. നമുക്ക് ചുറ്റുപാട് നോക്കിയാൽ പട്ടിണിയുള്ള മനുഷ്യരുണ്ട്, അവരെ സഹായിക്കാൻ നമുക്ക് സാധിക്കും. രോഗമുള്ള മനുഷ്യരുണ്ട്, അവരെ ഒന്ന് ആശ്വസിപ്പിക്കുവാൻ, ശക്തിപ്പെടുത്തുവാൻ, സഹായിക്കുവാൻ, ഒരു മരുന്ന് വാങ്ങിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കും. അങ്ങനെ അനേക വിധത്തിൽ മനുഷ്യർക്ക് ഒരു സഹായമാകുവാൻ എനിക്ക് നിങ്ങൾക്കും സാധിക്കും. മറിയം പഠിപ്പിച്ചു തരുന്ന ഒന്നാമത്തെ പാഠം അതാണ്. രണ്ടാമത് നമുക്ക് കാണും, ഈ മറിയം എലിസബത്തിന്റെ ഭവനത്തിലേക്ക് ചെന്നപ്പോൾ എലിസബത്ത് മറിയത്തെയും, മറിയം എലിസബത്തിനെയും അഭിവാദനം ചെയ്യുന്നുണ്ട്. മറിയത്തിന്റെ അഭിവാദനം കേട്ടപ്പോൾ അവിടെ അത്ഭുതം നടക്കുകയാണ്. മറിയം എലിസബത്തിനെ കണ്ടിട്ടില്ല, എലിസബത്ത് മറിയത്തിനെ കണ്ടിട്ടില്ല, രണ്ടുപേർക്കും പരസ്പരം അറിയത്തുമില്ല. പക്ഷേ മറിയത്തിന്റെ ശബ്ദം എലിസബത്തിന്റെ കാതുകളിൽ പെട്ടപ്പോൾ എലിസബത്തിന്റെ ശരീരത്തിൽ അതിന്റെ പ്രതിധ്വനി ഉണ്ടായി. ഉദരത്തിൽ കിടക്കുന്ന 6 മാസമായ കുഞ്ഞ് തുള്ളിച്ചാടി ആനന്ദം കൊണ്ട്. അതിനുള്ള കാരണം പറയുന്നത് അവൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി എന്നാണ്. അപ്പൊ മറിയത്തിന്റെ സാന്നിധ്യം നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ നിറവിന്, സാന്നിധ്യത്തിന് ഒരു നിമിത്തമുണ്ട്, കാരണമാണ്. മറിയം എവിടെയുണ്ടോ അവിടെ പരിശുദ്ധാത്മാവുണ്ട്. പരിശുദ്ധാത്മാവ് എവിടെയുണ്ടോ അവിടെ ത്രിത്വമുണ്ട്. അപ്പോൾ ഏറ്റവും നല്ല വഴി, ത്രിത്വം നമ്മുടെ കൂടെ വസിക്കുവാൻ ഏറ്റവും നല്ല വഴി മറിയം നമ്മുടെ കൂടെ വസിക്കുക എന്നുള്ളതാണ്. മറിയത്തെ നമ്മുടെ കൂട്ടത്തിൽ വിളിച്ചു വരുത്തി നമ്മുടെ കൂടെ അവളുടെ സ്വരത്തിന് കീഴ്പ്പെട്ട് ജീവിക്കുവാൻ സാധിക്കുമെങ്കിൽ പരിശുദ്ധ ത്രിത്വം നമ്മളടുത്ത് വസിക്കും. ഇനി അവൾ ഉദ്ഘോഷിക്കുന്ന 3 കാര്യങ്ങളുണ്ട്. ഒന്ന്, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്. 2, നിന്റെ ഉദരത്തിന് ഫലം അനുഗ്രഹീതമാണ്. 3, എൻ്റെ കർത്താവിൻ്റെ അടുക്കൽ വരുവാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന് കിട്ടി. 3 കാര്യങ്ങളാണ്. അഭിവാദന സ്വരം കേട്ട് ഉദരത്തിൽ ശിശു കുതിച്ചാടിയപ്പോൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി എലിസബത്ത് പറയുന്ന 3 കാര്യങ്ങളാണ്. 1, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്. ഇവിടെ ലോകത്തിലുള്ള എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഏത് ജാതിയിൽപ്പെട്ടവരായാലും, മതത്തിൽപ്പെട്ടവരായാലും, ഏത് വിശ്വാസത്തിൽപ്പെട്ടവരായാലും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ദൈവത്തിന്റെ വചനം മാലാഖ പറയുകയാണ്, എലിസബത്തിൽ കൂടി പരിശുദ്ധാത്മാവ് പറയുകയാണ്, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്. ഇന്നോളം ജനിച്ചിട്ടുള്ള, ഇനി ജനിക്കാൻ പോകുന്ന, ലോകമാസമുള്ള എല്ലാ സ്ത്രീകളിലും നീ ഒരു അനുഗ്രഹമാണ് എന്നാണ് പറയുന്നത്. സ്ത്രീകളിൽ നീ അനുഗ്രഹീതയാണ്. എന്താ കാരണം? അവരുടെ ഉദരത്തിൽ ദൈവത്തിന്റെ പുത്രൻ ജനിച്ചിരിക്കുന്നു. ദൈവത്തിന്റെ കുഞ്ഞിന് അമ്മയാകുവാൻ ദൈവം ക്ഷണിക്കപ്പെട്ടവനാണ്, വിളിക്കപ്പെട്ടവനാണ്, തിരഞ്ഞെടുക്കപ്പെട്ടവളാണ് പരിശുദ്ധ കന്യകം. അതാണ് കാരണം. നമ്മുടെ പരിശുദ്ധ ദൈവമാതാവിനെ അപമാനിക്കുന്ന, അവഗണിക്കുന്ന, തള്ളിക്കളയുന്ന ഒത്തിരിയും പേരുണ്ട്. അവർ വേദപുസ്തകം അംഗീകരിക്കുന്നവരാ. എന്തുകൊണ്ട് അവർക്ക് ഈ വചനം ഒന്ന് സ്വീകരിച്ചുകൂടാ? നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്. നീ കത്തോലിക്ക സ്ത്രീകളെ അനുഗ്രഹീതം എന്നല്ല പറഞ്ഞത്, നീ വിശ്വാസികളുടെ അനുഗ്രഹീതം എന്നല്ല പറഞ്ഞത്. നീ സ്ത്രീ, ലോകമുള്ള എല്ലാ സ്ത്രീകളിലും നീയാണ്. നിന്നേക്കാൾ അനുഗ്രഹീതയായ ഒരു സ്ത്രീ ഈ ലോകത്തിൽ ഉണ്ടായിട്ടില്ല, ഇനിയൊട്ടുണ്ടാകാനും പോകുന്നില്ല. രണ്ടാമത് പറഞ്ഞതാണ് നിന്റെ ഉദരഫലം അതാണ് കാരണം. നിന്റെ ഉദരഫലം അനുഗ്രഹീതമാണ്. അവൾ ഫിയാത്ത് പറഞ്ഞു, ഇതാൻ കർത്താവിന്റെ ദാസി. ആ നിമിഷത്തിൽ സ്വർഗത്തിൽ നിന്നും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ കുഞ്ഞിന്റെ അമ്മയായിട്ടുള്ള സ്വീകരിച്ചു. അതുകൊണ്ട് മാലാഖ മറിയത്തോട് പറയുന്നുണ്ട്, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ വരും, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ ആവസിക്കും. അങ്ങനെയാണ് ദൈവത്തിന്റെ പുത്രൻ അവളിൽ വസിച്ചത്. അത്യുന്നതന്റെ ശക്തിയാൽ, പരിശുദ്ധാത്മാവിന്റെ ആവാസത്താൽ പിറക്കുവാൻ പോകുന്നവൻ ദൈവത്തിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അതാണ് എലിസബത്ത് എടുത്തു പറയുന്നത്, നിന്റെ ഉദരഫലം അനുഗ്രഹീത. നീ സ്ത്രീകൾ അനുഗ്രഹീതയാണ്, നിന്റെ ഉദരഫലം അനുഗ്രഹീതമാണ്. മൂന്നാമത് പറഞ്ഞിരിക്കുകയാണ്, കർത്താവിന്റെ അമ്മ ആദ്യമായി മറിയത്തെ, കൊച്ചു പെൺകുട്ടിയെ, നിങ്ങൾ ഓർക്കണം, യേശു അവളുടെ ഉദരത്തിൽ ഉരുവായിട്ട് 1-2 ദിവസമേ ആയിട്ടുള്ളൂ. അവൾ ഗർഭിണിയാണെന്ന് തിരിച്ചറിയാൻ പോലും കഴിയത്തില്ല. എന്നിട്ടും ഈ അമ്മ പരിശുദ്ധാത്മാവ് നിറഞ്ഞവളിൽ പറയുകയാണ്, എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുക്കൽ വരുവാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്?
ഇതിനുള്ള കാരണം പറയാണ്, നിന്റെ അഭിവാദന സ്വരം എൻ്റെ കാതുകളിൽ പതിച്ചപ്പോൾ ശിശു എൻ്റെ ഉദരത്തിൽ സന്തോഷത്താൽ കുതിച്ചു ചാടി. അവൾക്ക് അങ്ങനെയാണ് അവിടെ ശരീരത്തിൽ അനുഭവപ്പെട്ടത്. അതാണ് അവൾ പറയുന്നത് കർത്താവിൻ്റെ അമ്മ എന്ന് വിളിക്കാൻ കാരണം. അവൾ മറിയത്തെ അല്ല കാണുന്നത്, ദൈവത്തിൻ്റെ അമ്മയാണ് കണ്ടുമുട്ടുന്നത്. പ്രിയ സഹോദരങ്ങളെ, ഈ അമ്മയെ നാം എത്രമാത്രം സ്നേഹിക്കണം, എത്രമാത്രം ബഹുമാനിക്കണം, എത്രമാത്രം ആദരിക്കണം, എത്രമാത്രം സ്നേഹിക്കണം, എത്രമാത്രം വിശ്വസിക്കണം, അമ്മയോട് എത്രമാത്രം നമ്മൾ വസിക്കണം. അമ്മയാണ് നമുക്ക് ഏറ്റവും നല്ല മാതൃക. ദൈവത്തെ സ്നേഹിക്കുവാനുള്ള ഏറ്റവും നല്ല മാതൃക പരിശുദ്ധ മറിയം. അനേക മനുഷ്യരുണ്ട്, വേദപുസ്തകത്തിലെ അനേക സ്ത്രീകളെ കുറിച്ച് പ്രസംഗിക്കും, സാറായെ കുറിച്ച് പ്രസംഗിക്കും, ഈദത്തിനെ കുറിച്ച് പ്രസംഗിക്കും, ജൂദത്തിനെ കുറിച്ച് പ്രസംഗിക്കും, എസ്തറിനെ കുറിച്ച് പ്രസംഗിക്കും, അങ്ങനെ അനേക സ്ത്രീകളെ കുറിച്ച് പ്രസംഗിക്കും. പരിശുദ്ധ മാതാവിനെ അവഗണിച്ച് കളയും. ഇവർക്കാർക്കും മഹത്വമില്ല. അവരാണ് സ്ത്രീകൾ അനുഗ്രഹീതരല്ല. അവരുടെ ആദ്യ ഉദരത്തിൽ കർത്താവ് ജനിച്ചിട്ടില്ല. മറിയത്തെ പോലൊരാൾ ഈ ലോകത്തിൽ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകത്തുമില്ല. കാരണം ദൈവം അത്രമാത്രം കനിഞ്ഞനുഗ്രഹിച്ച കൃപ നിറഞ്ഞ ഒരു സ്ത്രീയാണ് പരിശുദ്ധ കന്യക മറിയം. അതാണ് എലിസബത്ത് വിളിച്ചു പറയുന്നത്. 4-ാമതായിട്ട് 5-ാമതായിട്ട് പറയാണ്, കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. അവൾക്ക് അവിടെ ഭർത്താവിനെ ഓർമ്മ. മഹാപുരോഹിതനാണ്, എല്ലാം വിശ്വസിക്കേണ്ടവൻ, എല്ലാവരെയും എല്ലാം വിശ്വസിപ്പിക്കേണ്ടവൻ. എന്നിട്ട് പോലും എന്തിനു വേണ്ടി കൊതിച്ച് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു, ഒരു ആയുഷ്കാലം മുഴുവൻ സമർപ്പിച്ചു. അങ്ങനെ ആ സത്യം ദൈവം അവിടെ അവന്റെ മുമ്പിലേക്ക് വന്നപ്പോൾ അവരത് വിശ്വസിക്കാൻ സാധിച്ചില്ല. എന്നാൽ ഇങ്ങനെയുള്ള ദൈവാനുഭവങ്ങൾ ഒന്നുമില്ലാത്തൊരു പെൺകുട്ടിക്ക്, അവൾ ഒന്നിനു വേണ്ടിയും പ്രാർത്ഥിക്കാത്തൊരു പെൺകുട്ടിക്ക് ദൈവം തന്റെ മുൻപിലേക്ക് വന്ന് ദൈവത്തിന്റെ പുത്രന്റെ അമ്മയാകാമോ എന്ന് ചോദിച്ചപ്പോൾ അവൾക്ക് പറയാൻ സാധിച്ചു, ഇതാ കർത്താവിന്റെ ദാസി. കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ വിശ്വസിച്ചവൾ ഭാഗ്യവതി. സാധ്യമായ കാര്യങ്ങളായിട്ട് പോലും അത് വിശ്വസിക്കുവാൻ മറിയത്തിന് സാധിച്ചു. അതാണ് ദൈവം അവളെ ഒരുക്കിയെടുത്തത്. അങ്ങനെയാണ് പ്രിയ സഹോദരങ്ങളെ, ദൈവമഹത്വം. അതേ, ഈ എലിസബത്തിന്റെ യാത്രയിൽ മറിയത്തിൽ നിന്ന് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുവാനുണ്ട്. നമ്മുടെ സാന്നിധ്യം മറ്റുള്ളവർക്ക് സന്തോഷമാകണം. നമ്മുടെ സാന്നിധ്യം മറ്റുള്ളവർക്ക് പരിശുദ്ധാത്മാവിന്റെ ഒരു സാന്നിധ്യമാകണം, സ്നേഹത്തിന്റെ സാന്നിധ്യമാകണം, സന്തോഷത്തിന്റെ സാന്നിധ്യമാകണം, ആനന്ദത്തിന്റെ സാന്നിധ്യമാകണം, വലിയ അനുഗ്രഹത്തിന്റെ സാന്നിധ്യമാകണം. നമ്മുടെ വാക്കുകൾ മറ്റുള്ളവർക്ക് പരിശുദ്ധാത്മാവിനെ ഉദ്ദീപിക്കുന്ന സത്യങ്ങളാക്കി തീർക്കണം. അവരെ ആനന്ദം കൊണ്ട് തുള്ളിച്ചാടണം. ഇതൊക്കെ നമുക്ക് സാധിക്കുന്ന കാര്യങ്ങളാണ്. നമ്മൾ നന്മയുണ്ടെങ്കിൽ, നമ്മൾ വിശുദ്ധി ഉണ്ടെങ്കിൽ, നമ്മൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മ നമ്മളിൽ ഉണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് അനുഭവത്തെ തീർക്കുവാൻ സാധിക്കും. പ്രിയ സഹോദരങ്ങളെ, ഇനിയും കർത്താവിൻ്റെ മറിയത്തിന്റെ സ്തോത്രഗീതങ്ങളാണ്. ഒരു 6-7 സ്തോത്രങ്ങൾ മറിയം പറയാണ്. എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അതെ, ഓരോ മനുഷ്യനും ആനന്ദിക്കേണ്ടത് ദൈവത്തിലാണ്, മഹത്വപ്പെടേണ്ടത് ദൈവത്തിലാണ്, സന്തോഷിക്കേണ്ടത് ദൈവത്തിലാണ്, എപ്പോഴും സ്തുതിക്കേണ്ടത് ദൈവത്തിനാണ് നന്ദി പറയേണ്ടത്. എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാം എൻ്റെ ദൈവമാണെന്ന് അംഗീകരിക്കുവാനായിട്ട് എനിക്ക് സാധിക്കണം. അത് കഴിഞ്ഞ് അവൾ പറയാണ്, ദാസിയുടെ താഴ്മയെ അവൻ കടാക്ഷിച്ചു. അതാണ് കാരണം. മറിയം എല്ലാവരെക്കാളും എളിമപ്പെടുവാൻ, താഴ്മപ്പെടുവാൻ, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി എന്നാണ് അവൾ വിളിച്ചു പറയുന്നത്. ഞാൻ കർത്താവിൻ്റെ ദാസി, ദൈവത്തിൻ്റെ അമ്മയാണെന്ന് പറഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ ദാസി എന്ന് പറയാൻ അവൾക്ക് സാധിച്ചു. അതിന് വീണ്ടും പറയുകയാണ്, സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. അതാണ് എലിസബത്ത് പറഞ്ഞത്, നിന്റെ ഉദരഫലം അനുഗ്രഹീതമാണ്, എന്റെ കർത്താവിൻ്റെ അമ്മയെടുക്കുന്ന ഭാഗ്യം എനിക്ക് അവിടെ നിന്ന്. അനേക കോടികൾ പരിശുദ്ധ മറിയത്തെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കുന്നു. എന്നിട്ട് മറിയം പറയുകയാണ്, ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ഇതെന്റെ മിടുക്കല്ല, എൻ്റെ സാമർഥ്യമല്ല, എൻ്റെ നന്മയല്ല, എൻ്റെ വിശുദ്ധിയല്ല, എൻ്റെ വിശ്വാസമല്ല, എൻ്റെ ജീവിതത്തിൻ്റെ ഒന്നുമല്ല. ദൈവം ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമമാണ് പരിശുദ്ധം. ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. ദൈവത്തിൻ്റെ ഭക്തരുടെ മേൽ ദൈവത്തിന് അർപ്പിക്കുന്ന കരുണയ്ക്ക്, ദൈവത്തിൻ്റെ സ്നേഹത്തിന്, ദൈവത്തിൻ്റെ നന്മയ്ക്ക് അറുതിയില്ല. അവൻ എല്ലാത്തിൻ്റെയും ഭണ്ഡാരമാണ്. അവനെ നന്മകൾ അങ്ങനെ ദൈവഭക്തന്മാരുടെ മേൽ ഒഴുക്കിക്കൊടുക്കുന്നതിനെ കുറിച്ച് മറിയം പറയുന്നത്. മറിയം ദൈവം തന്റെ ശക്തി പ്രകടിപ്പിക്കുന്നതിന് ശക്തി കൊണ്ടാണ്. അവസാനം പറയുന്നത്, ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു,
ശക്തന്മാരെ സിംഹാസനം മറിച്ചിട്ടു, വിശക്കുന്നവരെ വിശിഷ്ടമായ വിഭവങ്ങൾ നിവർത്തിച്ചു. വലിയൊരു വിപ്ലവഗാനമാണ്. ഒരു ധാർമ്മിക വിപ്ലവം, ഒരു സാമൂഹിക വിപ്ലവം, ഒരു സാമ്പത്തിക വിപ്ലവം. മറിയം പറയാണ്, എന്താ പറഞ്ഞത്? ഹൃദയത്തിൽ അഹങ്കരിക്കുന്നവരെ അവൻ ചിതറിച്ചു. ദൈവത്തിന്റെ മുൻപിൽ അഹങ്കാരികൾക്ക് യാതൊരു സ്ഥാനവുമില്ല. ഒരു ധാർമ്മിക വിപ്ലവം. നാം ദൈവത്തിന് മുമ്പിൽ വിനയാന്വിതരായി കൈകൾ കെട്ടി തമ്പുരാൻ മുമ്പിൽ ഇതാൻ കർത്താവിന്റെ ദാസൻ എന്ന് പറയാൻ നമുക്ക് സാധിക്കണം. ശക്തന്മാരെ മറിച്ചിട്ടു. സോഷ്യൽ വിപ്ലവം, സാമൂഹിക വിപ്ലവം. എത്ര വലിയ ശക്തനാണേലും അവരെല്ലാം തകർന്ന് തരിപ്പണമാകും. ലോകം കിടുകിട പറപ്പിച്ച നെപ്പോളിയൻ എവിടെ? നീറോ എവിടെ? അലക്സാണ്ടർ എവിടെ? എല്ലാവരും തകർന്ന് തരിപ്പണമായി പോയി. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു, താഴ്മയുള്ളവരെ ഉയർത്തി. സൗലിനെ തകർത്തേച്ച് പാവപ്പെട്ട ദാവീദിനെ ഉയർത്തിയ കർത്താവിനെ ആലോചിച്ച് നോക്ക്. ഇതാണ് ഇന്നും എന്നും സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. വിശക്കുന്നവരെ വിശിഷ്ട വിഭവം സമൃദ്ധരാക്കി. എക്കണോമിക്കൽ വിപ്ലവം അല്ലെങ്കിൽ സാമ്പത്തിക വിപ്ലവം. അവന് എല്ലാവരെയും അനുഗ്രഹിക്കുന്ന ഒരു നിമിഷം. പ്രിയ സഹോദരങ്ങളെ, പരിശുദ്ധ മാതാവിന് എലിസബത്തിൽ നിന്ന് കിട്ടിയ സ്വീകരണത്തിന് വഴിയാണ് മറിയം ഈ തൻ്റെ വിപ്ലവ ഗാനം പാടുന്നത്, അവന് സ്തോത്രഗീതം പാടുന്നത്. അവളെല്ലാ ഗീതത്തിലും ദൈവത്തെ സ്തുതിക്കുകയാണ്. ദൈവത്തിന് മഹത്വം പാടി. എല്ലാം ദൈവവും മഹത്വത്തിന്, എല്ലാ മഹത്വവും ദൈവത്തിന്, എല്ലാ ആരാധനയും ദൈവത്തിന്, എല്ലാ സ്തുതിയും ദൈവത്തിനും, എല്ലാ നന്ദിയും ദൈവത്തിനും. താൻ എന്തായിരിക്കുന്നുവോ ആ ദൈവകൃപയാലെന്ന് വിളിച്ചു പറയുന്ന പോലെ എനിക്ക് നിങ്ങൾക്കും പറയാൻ സാധിക്കണം. എനിക്ക് ശക്തിയുണ്ടോ, എനിക്ക് ബുദ്ധിയുണ്ടോ, എനിക്ക് കഴിവുണ്ടോ, എൻ്റെ ജീവിതത്തിന് സാമ്പത്തികമായ കഴിവുകളുണ്ടോ, എല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. ദൈവം തരാത്തതായി എനിക്കൊന്നുമില്ല. ദൈവത്തിന് തിരിച്ചെടുക്കാൻ വയ്യാത്തതായി ദൈവത്തിന് ഒന്നുമില്ല. അത്രമാത്രം ദൈവത്തെ ഇറുകെ പിടിച്ച് ജീവിക്കുവാൻ, നമ്മെപ്പോലെ ദൈവത്തെ ആശ്രയിച്ച് ജീവിക്കാനുള്ള കൃപയും അനുഗ്രഹവും നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിൽ ദൈവം തരുന്ന നന്മകൾ നമുക്ക് വേണ്ടി മാത്രം തരുന്ന നന്മകളല്ല, അനേകർക്ക് നാം പ്രയോജനപ്രദമാകണം. കൈയില്ലാത്തവന് കൈയായി മാറുവാൻ, കാലില്ലാത്തവന് കാലായി മാറുവാൻ, സംസാരശേഷിയില്ലാത്തവൻ നാവായി തീരുവാൻ, കേൾവിയില്ലാത്തവന് ചെവിയായി തീരുവാൻ, ബുദ്ധിയില്ലാത്തവന് ബുദ്ധിയായി തീരുവാൻ, നന്മയായി തീരുവാൻ എനിക്ക് നിങ്ങൾക്കും ദൈവമിടയാകട്ടെ. മറിയത്തെ പോലെ അനേകർക്ക് പ്രയോജനമുള്ളതായി തീരുവാൻ സർവശക്തനായ ദൈവവും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും അമ്മയെ പരിശുദ്ധ ദേവമാതാവും നമ്മളെല്ലാവരെയും സഹായിച്ച് അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ആമീൻ.